നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. എഡിജിപിയെ ഉടൻ മാറ്റണമെന്ന നിലപാട് മയപ്പെടുത്തി സിപിഐ. അജിത് കുമാറിനെ മാറ്റാൻ മുഹൂർത്തം കുറിച്ചുവെച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. ഇടത് സർക്കാർ കൃത്യമായ നടപടിയെടുക്കുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി. മുഹൂർത്തം കുറിച്ചുവെച്ചിട്ടില്ല, പ്രശ്നം നിലപാടാണ്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് സിപിഐക്കുണ്ട്. ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കും. അൻവറിന്റെ നീക്കങ്ങൾ മുതിർന്ന CPM നേതാവിന്റെ പിന്തുണയോടെയോ? കണ്ണൂരിലെ പ്രമുഖ നേതാവ് ഒപ്പമുണ്ടെന്ന അവകാശവാദവുമായി PV അൻവർ. അൻവറിന് സ്ഥലം മാറിപ്പോയെന്ന് ഡിവൈഎഫ്ഐ. ഫോൺ ചോർത്തലിൽ അൻവറിനെതിരെ കേസ്. നിയമസഭയിലെത്താതെ അൻവർ. പ്രത്യേക ബ്ലോക്ക് നൽകിയില്ലെങ്കിൽ നിലത്തിരിക്കും. മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കോടതിയിലേക്ക്. കേസ് എഴുതിത്തള്ളിയതിനെതിരെ നാളെ ജില്ലയിൽ കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് CPMന്റെ അടിമക്കൂട്ടമായെന്ന് VD സതീശൻ. ആവശ്യമെങ്കിൽ ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി. പൊതുശത്രുവിനെതിരെ വൈരം മറന്ന് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കാൻ ആഹ്വാനം. ഖമനേയി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷം. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രം തകർത്ത് ഇസ്രയേൽ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 16, 17 തീയതികളിൽ സന്ദർശനം. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്കുകൾ തേടി ഹൈക്കോടതി. ദുരിതാശ്വാസം നൽകുന്നതിൽ കേന്ദ്ര നിലപാട് അറിയിക്കാനും നിർദ്ദേശം. ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിയമസഭ. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം തുടങ്ങിയെന്ന് മനാഫ്. തന്നെയും അർജുന്റെ കുടുംബത്തെയും വെറുതെ വിടാൻ അഭ്യർത്ഥന. മനാഫിനെതിരെ കേസെടുത്തത് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പേരിൽ. മഞ്ഞിൽ നിന്ന് മണ്ണിലേക്കെത്തിയ തോമസ് ചെറിയാന് കുടുംബക്കല്ലറയിൽ അന്ത്യനിദ്ര. സൈനിക ബഹുമതികളോടെ വിട നൽകി ജന്മനാട്. സംസ്കാരം പത്തനംതിട്ട ഇലന്തൂർ കാരൂർ പള്ളി സെമിത്തേരിയിൽ. വാർത്തയിലേക്ക് വിശദമായി. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വൈകിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കൈമാറുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം സമാപിച്ചു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റണമോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. ADGPയെ മാറ്റാൻ മുഹൂർത്തം കുറിച്ചുവെച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. DGPയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ചുവെച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് എത്രയും വേഗം വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ പ്രതിപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുന്നു. പക്ഷെ ഇത്രയും വൈകിയത് CPIയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടില്ല, പ്രശ്നം നിലപാടാണ്. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം. ADGP വിഷയം പരിശോധിച്ചു വരികയാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP വീഴ്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. കുറ്റക്കാരനെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് ശരിയായ ഭരണരീതിയെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPIയുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ
തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ADGPക്കെതിരായ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോ തൃശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്, DGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ്. പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ക്യാബിനറ്റും ഏകണ്ഠമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കണ്ണൂരിലെ ഒരു പ്രബല CPM നേതാവിന്റെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട് PV അൻവർ. കൂടുതൽ നേതാക്കൾ പ്രഖ്യാപനത്തിന് ശേഷം തനിക്കൊപ്പം ചേരുമെന്നും അൻവർ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ആണോ? CPM ലീഡർ. താങ്കളുടെ യോജിച്ച് പാർട്ടിയുടെ അല്ല, ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ചെറുതും വലുതുമായവര് ഈ എന്താ പറയാ, ഇതിപ്പോ ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ബോഗി പിന്നാലെ വരുന്നത്, എഞ്ചിൻ ഇങ്ങനെ പോകുമല്ലോ, കണ്ടിട്ടില്ലേ? നമ്മൾ ബോഗി കൊളത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം അനുമതി കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതുപോലെ ഇപ്പൊ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ബോഗി പല സ്ഥലത്തായി കിടക്കുക. ഈ എഞ്ചിൻ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കൊളത്തും, പിന്നെ അങ്ങനെ പോകും, അവിടെ നിന്ന് കൊളത്തും, അങ്ങനെ കേരളം മുഴുവൻ അങ്ങനെ ഒരു 2 റൗണ്ട് നടക്കുമ്പോഴത്തേക്ക് കുറെ ബോഗികൾ ഇതിൽ ഘടിപ്പിക്കപ്പെടും. അതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. PV അൻവറിന് മറുപടിയുമായി DYFI രംഗത്ത്. കണ്ണൂരിൽ നിന്നും പ്രമുഖ നേതാവ് പോയിട്ട് ഒരു CPM അംഗം പോലും അൻവറിനൊപ്പമില്ല. കണ്ണൂര് ആണ് ഇത്. അൻവറിന് സ്ഥലം അത്ര മനസ്സിലായിട്ടില്ല എന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. അൻവറിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അൻവർ കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, അൻവറിൻ്റെ കൂടെ കണ്ണൂരിലെ ഒരു പ്രമുഖനല്ല, ഒരു CPMന്റെ അനുഭാവി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല, അൻവർ CPMനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അൻവർ ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അൻവറിന് സ്ഥലം മാറിപ്പോയി. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല, കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും CPMന്റെയോ DYFIയുടെയോ ഒരു അനുഭാവിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടി കഴിയില്ല. ഇത് വെല്ലുവിളി തന്നെയാണ്. PV അൻവറിനെതിരെ കേസെടുത്ത് മഞ്ചേരി പോലീസ്. അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിലാണ് കേസ്. ഫോൺ ചോർത്തിയെന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കമാൻഡന്റിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിനെതിരെയാണ് കേസെന്നും ഫോൺ ചോർത്തുന്നതിൽ കേസില്ലെന്നും അൻവർ പ്രതികരിച്ചു. നമ്മളെന്ത് സീക്രട്ടാ പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞു. അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? തന്നെ പ്രതിപക്ഷ നിരയിലിരുത്താൻ പറ്റില്ല എന്ന് PV അൻവർ MLA. CPMന് തന്നെ പ്രതിപക്ഷമാക്കാൻ വലിയ വ്യഗ്രതയാണ്. നിയമസഭയിൽ തറയിലിരിക്കാമെന്നും എന്ത് ചെയ്യണമെന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും PV അൻവർ പറഞ്ഞു. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം അൻവർ സഭയിലെത്തിയില്ല. എന്താ പറയാ, പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPMനുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് അവിടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന്. എനിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് കത്ത് കൊടുക്കും. അല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റായിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കേണ്ടത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിയമസഭയിൽ ഇപ്പം നിലത്ത് തറയിലും ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റ് ഉള്ളതാണ്. ഒരു തോർത്തമുണ്ടും കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം.
PV അൻവറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അൻവറിനെ LDFൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതായും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ പ്രശ്നം വന്നിട്ടില്ല. വരുമ്പോൾ എന്ത് കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് അദ്ദേഹം. MLA ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി CPIMന്റെ പാർലമെന്ററി ബോർഡിൽ അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിയമസഭാ സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹത്തെ സഭയെ കണ്ടിട്ടില്ല. P. ശശി അയച്ച വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്ന് PV അൻവർ. P. ശശിക്കെതിരെ താൻ നൽകിയ പരാതി പൊട്ടിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാകില്ല. കേസുകൾ ഇനിയും വരുമെന്നും PV അൻവർ പറഞ്ഞു. മറുപടി കൊടുക്കാം. ഉറപ്പല്ലേ, കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റം ചുരുങ്ങിയത് 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് പലയിടത്തും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. യൂത്ത് ലീഗ് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൊച്ചിയിലും BJP മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ KVS ഹരിദാസ് അവർ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. തുടർച്ചയായ വിവാദങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ ആദ്യ ദിനം പിരിഞ്ഞു. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീറും സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. സാമ്പത്തിക സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭയിൽ ചരമോപചാരം. കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് വയനാട് ദുരന്തമെന്ന് സ്പീക്കർ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും സ്പീക്കറുടെ വിമർശനം. ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 1 മാസം തികയുന്നതിന് മുമ്പേ ദുരന്തബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലമുണ്ടാക്കി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തം ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കും. അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സുരക്ഷിതമായ ജീവിതം പുനഃസ്ഥാപിക്കാൻ അശ്രാന്ത പരിശ്രമത്തിലാണെന്നും മുഖ്യമന്ത്രി. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് താമസം നേരിടുമോ എന്ന ആശങ്കയുള്ളതായി റവന്യൂ മന്ത്രി K. രാജൻ. ഭൂമിയും പുനരധിവാസ പദ്ധതിക്കുമുള്ള പ്രാഥമിക രൂപരേഖയായതായും മന്ത്രി വ്യക്തമാക്കി.
ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ്. പരാതിയല്ല, ആശങ്കയാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. കാരണം അത്രമേൽ മലയാളി ചൂരൽമലയിലെ ദുരന്തത്തിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്ന ആളുകളുടെ അതേ മനോവേദന വയനാട്ടുകാർക്കുമുണ്ടെന്നായിരുന്നു സ്ഥലം MLA കൂടിയായ ടി സിദ്ദിഖിന്റെ പ്രതികരണം. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്നതായ ആളുകളുടെ അതേ മനോവേദനയും വേദനയും വയനാട്ടിലുള്ള ആളുകൾക്കുമുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ഒരു വരി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാദങ്ങൾക്കിടെ തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നേതൃത്വത്തിൽ മർദ്ദിച്ച കേസ് എഴുതിത്തള്ളാനുള്ള തീരുമാനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കോൺഗ്രസ്. റിപ്പോർട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം നാളെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വട്ടപ്പള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമസഭയിലും വിഷയം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നീക്കം. ഞാനും അജയ് ജോൺ കുര്യാക്കോസും ചേർന്ന് മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതിനു ശേഷം ഉദാസീനമായ ഒരു മനോഭാവമാണ് പോലീസും ക്രൈംബ്രാഞ്ചും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പലതവണയായി ഞങ്ങൾ ഹാജരായി തെളിവുകൾ നൽകി. പെൻഡ്രൈവിൽ 2 തവണയും CD-യിൽ 1 തവണയും തെളിവുകൾ നൽകിയിട്ട് പോലും ഇതിൻ്റെ വിഷ്വൽസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഒരു പ്രതിഷേധം നടത്തിയതിന് ലോക്കൽ പോലീസ് ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ചു. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഞങ്ങളെയാണ് ഈ ഗുണ്ടാ സംഘം, അനിൽ കല്ലിയൂരിന്റെയും സന്ദീപിന്റെയും നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ VD സതീശൻ രംഗത്ത്. കേരള പോലീസ് അടിമക്കൂട്ടമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസിനെ നിർവീര്യമാക്കിയെന്നും മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ നീതി നിഷേധിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. പൊതുപ്രവർത്തകരെ, അതിന് അർഹതയില്ലാത്ത ആളുകൾ ക്രൂരമായി, മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗൺമാൻ വഴിയിൽ സമരം ചെയ്യുന്ന ആളുകളെ തല്ലുന്നതിനാ? പോലീസ് പിടിച്ചു കഴിഞ്ഞ് അവർ മാറിക്കഴിഞ്ഞിട്ടാണ് പുറകെ വന്ന വണ്ടിയിൽ വന്ന് മർദ്ദിച്ചത്. അതെല്ലാവരും കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഇദ്ദേഹം, ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരം മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോണം. ഒരു നിമിഷം പോലും ഇരിക്കാൻ, കാരണം നീതിന്യായം നടപ്പാകുന്നില്ല നാട്ടിൽ. ഈ ഭരണപരാജയമാണ്. പോലീസിനെ നിർവീര്യമാക്കി, പോലീസിനെ അടിമക്കൂട്ടമാക്കി മാറ്റി. ഇത് അവസാനിപ്പിക്കണം. ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ആവശ്യമെങ്കിൽ ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഖമേനി പറഞ്ഞു. എല്ലാ മുസ്ലിം രാജ്യങ്ങളും സ്വയം പ്രതിരോധ സംവിധാനം ശക്തമാക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു. അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രയേലിനെ രക്തദാഹിയെന്നുമായിരുന്നു ഖമേനി വിശേഷിപ്പിച്ചത്. 5 വർഷത്തിനു ശേഷം അയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നടത്തിയ നിലപാട് പ്രഖ്യാപനം ലോകത്തോടുള്ള ഇറാന്റെ സന്ദേശമായിരുന്നു. മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം. മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സജ്ജമാവണം. ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ അംഗീകാരത്തോടെയാണ്. ആവശ്യമായി വന്നാൽ ഇനിയും തിരിച്ചടിക്കും. ഇറാന്റെ ശത്രു പലസ്തീന്റെയും ലെബനന്റെയും ഈജിപ്തിന്റെയും ഇറാഖിന്റെയും സിറിയയുടെയും യമന്റെയും ശത്രു എന്നൊന്നില്ല. ഏത് രാജ്യത്തിന് നേരെയായാലും ശത്രു പൊതുശത്രുവാണ്. എല്ലാ ശത്രുക്കളും ഒരിടത്തു നിന്നുള്ള ആജ്ഞകളാണ് അനുസരിക്കുന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഖമേനി ആഹ്വാനം ചെയ്തു. പലസ്തീന്റെ മണ്ണ് കൈവശപ്പെടുത്തുകയും അവിടെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ നിലനിൽക്കാനുള്ള അവകാശം പലസ്തീനുണ്ട്. അത് നീതിയുക്തമാണ്. ശക്തമായ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇറാന്റെ തുടർ നീക്കം എന്തെന്ന് വ്യക്തമാക്കാൻ ഖമേനി തയ്യാറായില്ല. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഉചിതമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമാണ് ഖമേനി പറഞ്ഞുവെക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഒക്ടോബർ 16-17 തീയതികളിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്
സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനാലാണ് പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത്. സുബി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുബി, ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സംഘടനയിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ് ഷാങ്ഹായ് ഉച്ചകോടി. പതിവായി അംഗരാഷ്ട്രങ്ങളെല്ലാം തന്നെ രാഷ്ട്രത്തലവന്മാരെയാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അയക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇത്തവണ അതിൽ പങ്കെടുക്കുന്നില്ല. പകരം വിദേശകാര്യമന്ത്രിയാണ് പങ്കെടുക്കുന്നത്. 16-17 ദിവസങ്ങളിലാണ് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുക. അന്നേ ദിവസം ഇവിടെ നിന്ന് ജയശങ്കർ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാത്രമാണ് പങ്കെടുക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാക് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നു. ബിലാവൽ ഭൂട്ടോയാണ് കഴിഞ്ഞ തവണ ഇന്ത്യയിൽ എത്തുകയും പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഷാങ്ഹായ് ഉച്ചകോടി എന്ന് പറയുന്നത് കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സഹകരണത്തിലുള്ള അപൂർവം ചില ഉച്ചകോടികളിൽ ചിലതാണ് ഇത്. ഉഭയകക്ഷി പ്രശ്നങ്ങൾ ഈ ഉച്ചകോടിയിൽ പറയാൻ പാടില്ല എന്നൊരു നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇരു രാഷ്ട്രങ്ങളും ഈ ഉച്ചകോടിയിൽ തുടരുന്നത്. രേണുക. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. നാദാപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ വധക്കേസിൽ ലീഗ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. ആദ്യ 6 പ്രതികളും 15-16 പ്രതികളുമാണ് കുറ്റക്കാർ. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം 17 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീലിലാണ് ഉത്തരവ്. നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ വധക്കേസിലെ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തുടർ നടപടി സർക്കാർ ആലോചിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഒരു കേസാണത്. വളരെ ക്രൂരമായി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഒരു ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്ത സംഭവമാണത്. അത് ആ നാടിനെ ആകെ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചതാണ്. ജനങ്ങളുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്തരം വികാരപരമായ കൊലപാതകമാണ്, വളരെ ക്രൂരമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ 6 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വിധി പറഞ്ഞത് കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അത്രയും സാഹുതമായ നടപടിയാണ്. ഇതിന്റെ തുടർ നിലപാട് എന്ത് എന്നുള്ളത്, നയപരമായ നിലപാട് എന്ത് എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് തുടർ കാര്യങ്ങൾ, ഇനി അതിന്റെ മേലെ എല്ലാ പ്രതികൾക്കും മതിയായ ശിക്ഷ കിട്ടിയോ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായും ഗവൺമെന്റ്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കും. ഷിബിൻ വധക്കേസിൽ ഹൈക്കോടതി വിധി ആശ്വാസം പകരുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ലീഗിന്റെ ക്രിമിനൽ രാഷ്ട്രീയത്തിനേറ്റ പ്രഹരമാണ് വിധിയെന്നും സനോജ് പറഞ്ഞു. നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള സഖാവ് ഷിബിന്റെ കൊലപാതക കേസിൽ ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ആ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരായിട്ട് ഷിബിന്റെ അച്ഛൻ നൽകിയിട്ടുള്ള ഹർജി, അതിനകത്ത് ഇന്ന് ഹൈക്കോടതി ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ്. പാർട്ടി തീരുമാനിച്ചിട്ടും തന്നെ മന്ത്രിയാകാൻ അനുവദിക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പരസ്യ പ്രതിഷേധവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ്. തന്റെ അയോഗ്യത എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് തോമസിന്റെ ആവശ്യം. എന്നാൽ തോമസ് കെ തോമസ് മാത്രം വിചാരിച്ചതുകൊണ്ട് മന്ത്രിയാകാൻ കഴിയില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിലെ തർക്കം ഇടതുമുന്നണിയിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന NCPയുടെ ആവശ്യം മുഖ്യമന്ത്രി ഇന്നലെ തള്ളിയിരുന്നു. തോമസ് കെ തോമസിനെതിരെയുള്ള പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് കുട്ടനാട് MLAയെ മുഖ്യമന്ത്രി തടഞ്ഞത്. AK ശശീന്ദ്രൻ വിഭാഗത്തിനും ശശീന്ദ്രനും ഇത് ആഹ്ലാദം നൽകുന്നുണ്ടെങ്കിലും എതിർവിഭാഗം കടുത്ത അസംതൃപ്തിയിലാണ്. മന്ത്രിസ്ഥാനം കിട്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെ കിട്ടാതിരിക്കണം, പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമല്ലേ.
അതിനെ കിട്ടാതിരിക്കണ്ടേ? അത് NCP ആണെന്നുണ്ടെങ്കിൽ NCP അത് കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് താമസം വരുന്നതെന്നുള്ള വെളിപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇതിനെന്തെങ്കിലും തടസ്സമുണ്ടോ, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് പുറകെ പറയേണ്ട കാര്യങ്ങളാണ്. ഇത്തരമൊരു വിഷയം മുന്നണിയുടെ പരിഗണനയിൽ പോലും ഇല്ലെന്നാണ് കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം തീരുമാനിച്ചാലും മന്ത്രിയാവില്ല. ഞാൻ പറയുന്നത് NCPയുടെ മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. അതിലൊരഭിപ്രായ വ്യത്യാസവും ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ പ്രശ്നം വന്നിട്ടില്ല. വരുമ്പോൾ എന്ത് കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. തന്റെ അഭിപ്രായം ശരത് പവാറിനെ അറിയിക്കാൻ മുഖ്യമന്ത്രി NCP നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തത്കാലം അനുസരിക്കുമെങ്കിലും ഒരുപാട് കാത്തിരിക്കാനാകില്ലെന്നാണ് PC ചാക്കോ വിഭാഗം പറയുന്നത്. വൈകാതെ തോമസ് കെ തോമസും ചാക്കോയും കടുത്ത നടപടികളിലേക്കും കടന്നേക്കും. ഒരു പിളർപ്പിലേക്ക് കൂടി NCP പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറിയുടമ മനാഫിനെ പ്രതി ചേർത്ത കേസ്. കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി. സൈബർ വിംഗ് വിശദമായി പരിശോധന നടത്തും. പോലീസ് അർജുന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. അതേസമയം അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തതോടെ ഒത്തുതീർപ്പിന് ശ്രമം നടക്കുന്നുണ്ട് എന്ന് മനാഫ് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവർ അർജുന്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ താൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. കേസിൽ പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും മനാഫ് പറഞ്ഞു. അല്ല, ഇത് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് ഉള്ളത്. ഇത് നിസ്സാരമായ ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ അങ്ങനെ ഊതിപ്പിരിപ്പിക്കേണ്ട ഒരു കേസൊന്നും അല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ നമ്മൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ നമ്മളെന്താണ് അതിൻ്റെ ഒരു പൊതു ജനമധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വേണ്ട. ഞാൻ ഇന്നലെ തന്നെ തെറ്റിദ്ധാരണ ഇനി വരണ്ട. അവരൊരു ചെറിയ തെറ്റിദ്ധാരണ കാരണമാണ് ഇത് ഈ വിഷയം ഉണ്ടായത്. പിന്നെ ഇനി എന്താണ്, ഞാൻ ഇന്നലെയും അവരോട് മാപ്പ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്നെ അവരോട് ഞാൻ ഫാമിലിയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞ കേസാണ്. ഇനിയിപ്പോൾ എന്താണ്, അവർ നോർമൽ ജീവിതത്തിലേക്ക് വിടുക, നമ്മൾ ഈ നോർമൽ ജീവിതത്തിൽ എനിക്കും കച്ചവടം കാര്യങ്ങൾ ചെയ്ത് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കുക, നമ്മൾ തമ്മിൽ ഫാമിലി തമ്മിൽ സംസാരിച്ച് തീർക്കൂ ഈ വിഷയം. 56 വർഷം മുൻപ് സൈനിക വിമാന അപകടത്തിൽ മരിച്ച ധീര ജവാന് നാടിന്റെ അന്ത്യാഞ്ജലി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ 10-ന് സൈന്യത്തിന്റെ പ്രത്യേക വാഹനത്തിൽ തിരുവനന്തപുരത്തു നിന്നും ഇലന്തൂരിൽ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം എത്തിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് സൈന്യത്തിന്റെ അകമ്പടിയോടെ വീട്ടിലേക്ക് വിലാപയാത്ര. വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. 12 മണിയോടെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം വിലാപയാത്രയായി എത്തിച്ചു. ദേവാലയത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം ധീരജവാന് സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി. മന്ത്രി വീണ ജോർജ്, ആന്റോ ആന്റണി MP തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കല്ലറിയിലാണ് മൃതദേഹം സംസ്കരിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബു വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. മുകേഷ്, മണിയൻപിള്ള രാജു എന്നിവരുടെ കേസുകളിൽ മൊഴി നൽകിയെന്ന് ഇടവേള ബാബു പറഞ്ഞു. സാക്ഷി പറയാമോ? അല്ല, അതല്ല, സാക്ഷി പറയാമെന്നോ? സാക്ഷി മണിയൻപിള്ളേരും മുകേഷ്. കണ്ണൂർ നെരുവമ്പ്രം
വെടിവെപ്പിൻചാലിൽ 3.5 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് തലയിൽ ആഴത്തിൽ മുറിവേറ്റത് അങ്കണവാടി ടീച്ചർ മതിയായ ചികിത്സ നൽകാത്തത് കാരണമെന്ന് പരാതി. കുട്ടിക്ക് പരിക്ക് പറ്റിയത് മാതാപിതാക്കളെ അറിയിച്ചില്ല. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കുട്ടിക്ക് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കുട്ടികൾ സാധാരണ അംഗൻവാടിയിലും മറ്റുമൊക്കെ പോയാൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ പരിക്കുകൾ പറ്റുകയോ ചെയ്താൽ ആദ്യം തന്നെ രക്ഷകർത്താക്കളെ അത് അറിയിക്കുകയാണ് സാധാരണ ഗതിയിൽ ചെയ്യാറ്. എന്നാൽ ഈ സ്ഥലത്ത് കണ്ണൂരിലെ ഈ അംഗൻവാടിയിൽ വീട്ടുകാരെ വിവരം അറിയിച്ചില്ല എന്ന് മാത്രമല്ല, കുട്ടിയുടെ തലയിൽ നല്ല മുറിവാണെന്ന് നമുക്ക് ചിത്രത്തിൽ തന്നെ വ്യക്തമാവും. ഈ ചായപ്പൊടി വെച്ച് വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് വീട്ടിൽ വന്ന ശേഷമാണ് ഈ മുറിവ് ശ്രദ്ധയിൽപ്പെടുന്നതും ആശുപത്രിയിൽ പോകുന്നതും. പിന്നീട് CT സ്കാൻ എടുക്കുന്നു. തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് അറിയുന്നു. ഈ ന്യൂറോളജിസ്റ്റിനെ കാണാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കുട്ടിയുടെ ആരോഗ്യനില എത്തുന്നു. നമുക്കൊപ്പം ആ കുട്ടിയുടെ പിതാവ് ധനേഷ് തന്നെയുണ്ട്. എന്താണ് സംഭവിച്ചത്? നമ്മൾ സാധാരണ രാവിലെ എല്ലാ ദിവസവും അങ്ങനെ വിട്ടു. ഉച്ചയാകുമ്പോൾ വൈകുന്നേരം സമാധാനം തിരിച്ചു വരും. നമ്മളത് ഇപ്പം ഞാൻ ഒരു ട്രാവലായിരുന്നു. വൈഫ് ജോലിക്ക് വരികയാണ്. രാവിലെ വൈഫിൻ്റെ അനിയത്തെയാണ് കുട്ടിയെ അങ്ങനവാടി കൊണ്ടാക്കിയത്. വൈകുന്നേരം അതുപോലെ വിളിക്കാൻ വേണ്ടി അനിയത്തി ചെന്നപ്പം കുട്ടിയുടെ തലയ്ക്ക് ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ മരുന്ന് വെച്ചിട്ട് വേറെ പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇക്കാര്യം വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പേടിക്കണ്ട, നീ സീനാക്കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം കൊച്ചിന് വീട്ടിൽ ചെന്നാൽ കുറച്ച് കൊച്ചിന് പനിക്കാൻ തുടങ്ങി. നല്ല പനി അടിയുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്. പെട്ടെന്ന് ഡൗൺ ആയിട്ട് പനിക്കാൻ വേണ്ടി തുടങ്ങി. പനിക്കാൻ തുടങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറയും മുറിവിൻ്റെ ആഴം എന്തോരം ഉണ്ട്, നീ ഒന്ന് കഴുകി കളഞ്ഞ് നോക്കാൻ പറ്റും. അപ്പോൾ എന്തോ ചായപ്പൊടിയോ തേയിലപ്പൊടി പോലത്തെ സാധനമായിട്ടായിട്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. പനിയത്തിന് വിളിച്ച് പറഞ്ഞു. ഇനി അപ്പം ഒരു ഫോട്ടോ അയക്കാൻ നോക്കിയപ്പം നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്. ഇരുവരും ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇത് തലയ്ക്ക് ഉള്ളിലേക്കാണ് പരിക്ക്. അപ്പം എന്തായാലും CT സ്കാൻ ചെയ്തേ പറ്റൂ, എത്രയും പെട്ടെന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ വിട്ടോണം പറഞ്ഞു. അപ്പം അവിടെ നിന്ന് നേരെ വണ്ടി വിളിച്ചിട്ട് അപ്പോൾ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ചെന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ചെന്നപ്പം ഡോക്ടറെ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്തു. എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എക്സ്റേ കിട്ടി. എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞു ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, നല്ലപോലെ ഇൻഫെക്ഷൻ അകത്തായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ അവിടുന്ന് രാത്രി 2 മണിക്ക് അവർ തന്നെ ആംബുലൻസ് അറിയിക്കുകയായിരുന്നു. നമ്മൾ അവിടുന്ന് നേരെ കോഴിക്കോട് ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ കയറി വന്നിട്ട് ഇവിടുത്തെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇതുപോലെ നമ്മളെ അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പം അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ കുഞ്ഞ് നല്ലൊരു വിറയ്ക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം വിളിച്ച് പറയേണ്ടത് നമ്മളെയാണ്. ഇത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇവരൊന്ന് ഹോസ്പിറ്റലിലേക്ക് മനസ്സിൽ കാണിക്കണം. ഇവർ നമ്മളെ വിളിച്ചും പറഞ്ഞിട്ടില്ല, ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച ടീച്ചർ വലിയ കുഴപ്പമൊന്നുമില്ല ധനേഷേ, അത് കണ്ടിട്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കേണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തള്ളിക്കളയാനാവാത്ത ഒരു സാഹചര്യമാണ് ലോകത്ത് ഇന്നുള്ളത്. ഒരു ഭാഗത്ത് യുദ്ധത്തിന്റെ വിപത്ത് വലിയ രീതിയിൽ പശ്ചിമേഷ്യൻ മേഖലയിലും റഷ്യ ഉക്രൈൻ മേഖലയിലും വരിക, പാലസ്തീൻ ജനതയ്ക്ക് ഒരു പ്രത്യേക രാജ്യം ഐക്യരാഷ്ട്ര സഭ മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാടുകളായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേലി സേന അധിനിവേശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ലോകത്ത് സൃഷ്ടിച്ചത്. ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലെബനൻ, സിറിയ എന്നീ രാജ്യങ്ങളുടെ ഭൂപ്രദേശത്ത് ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ബോംബാക്രമണം ഹമാസ് നേതാവായ ടെഹ്റാനെ ഹനിയെ കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഈ യുദ്ധത്തെ പശ്ചിമേഷ്യയിലാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് കാണേണ്ടി വരുന്നത്. റഷ്യയെ ദുർബലപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഉക്രൈനെ ഉപയോഗപ്പെടുത്തുക എന്ന രീതിയാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വൻ സഹായങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം നൽകുന്നത്.
അമേരിക്ക നൽകിയിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയെ ലക്ഷ്യമാക്കി ഉപയോഗപ്പെടുത്താൻ അവർ അനുവദിച്ചാൽ യുദ്ധം റഷ്യയിലാകെ വ്യാപിക്കുകയും നാറ്റോ സഖ്യശക്തികൾക്കെതിരായ തിരിച്ചടികൾ ഉണ്ടാവുന്ന സ്ഥിതി രൂപപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ലോകത്തെ യുദ്ധങ്ങൾക്കും സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കുമെതിരെ പാലസ്തീനിലെ ഇസ്രയേലി അധിനിവേശം ശക്തിപ്പെടുത്തിയ ഒക്ടോബർ 7-ാം തീയതി ഒരു കൊല്ലം ആവുകയാണ്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സംബന്ധിച്ച് വിപുലമായ സമ്മേളനങ്ങൾ, യുദ്ധത്തിനെതിരായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിഭാഗങ്ങളുമായി ചേർന്ന് നടത്താനാവണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന വിധം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായി ഇതെല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അവരുടെ പ്രധാന അജണ്ടയോടൊപ്പം ചേർത്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കാൻ ആവണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലക്കുറവ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക്. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ വിലയിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ അതിഭീകരമായ രീതിയിൽ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങളും ഇതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുകയാണ്. ഇതിനെതിരായി ജനങ്ങൾ അണിനിരത്താനുള്ള ക്യാമ്പയിനും സംഘടിപ്പിക്കണം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും രാജ്യത്താകമാനം വ്യാപകമാകുകയാണ്. ഇതും ശക്തിയായി പ്രതിരോധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള പ്രത്യേക ഫണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണന ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തിരിച്ചെത്താം അതിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. നല്ലപോലെ പ്രായ സമ്മേളനത്തിന് പ്രചരണം നൽകിയിട്ടുണ്ട്. ഇനി ലോക്കൽ സമ്മേളനം വരുമ്പോൾ ലോക്കൽ സമ്മേളനത്തെയും ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനം നടക്കുന്നത്. അതിനെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും നവംബറോടുകൂടി നടക്കാൻ പോവുകയാണ്. ഡിസംബറിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുക. അപ്പോൾ ജില്ലാ സമ്മേളനവും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത്. CPIM-നെതിരായും പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ ഗവൺമെന്റും അതിനെതിരായിട്ടെല്ലാം അതിശക്തിയായ പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ്. അതിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ്. പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ്
ഈ സാഹചര്യത്തെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനങ്ങളും എന്ന ഒരു രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. 2-3 മാസം കഴിയുമ്പോഴാണ് മനോരമയും മാതൃഭൂമിയും എല്ലാം ഈ രേഖയുടെ ഭാഗങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ പറയാം, അവസാനത്തേക്ക് നിൽക്കേണ്ട കാര്യമില്ല. പാർട്ടിയിലുടനീളം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനവും സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അല്ല, പൊതുരാഷ്ട്രീയ സ്ഥിതിയല്ല, വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവും, ഇതാണ് ആ രേഖയുടെ പേര്. അവതരിപ്പിച്ച് അംഗീകരിച്ചു. അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ജനാധിപത്യ വിരുദ്ധരെ, അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മുദ്ര കുത്തുന്നത്. ആ സമീപനമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത്. എന്നാൽ ഫാസിസത്തെ ഉൾപ്പെടെയുള്ള അമിതാധികാര പ്രവണതയ്ക്കെതിരെ ലോകത്തെമ്പാടും പൊരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ് ചരിത്രം. ഹിറ്റ്ലറെ പോലും മുട്ടുകുത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചത് സോവിയറ്റ് റഷ്യയിൽ വെച്ചാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുദ്ധം മുന്നേറിയത്. അപ്പോൾ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, വർത്തമാനകാലത്ത് ഫ്രാൻസിലും ബ്രിട്ടനിലും ജനാധിപത്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൊണ്ടാണ് എന്ന് കാണാം. ഫ്രാൻസിൽ പ്രത്യേകമായിട്ടും അതെ, ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അതിനാൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഇടതുപക്ഷത്തെ ശക്തിയായി എതിർക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മോഹൻ ഭഗവത് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ് എന്നാണ്. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനം അവരിപ്പോഴും മോഹൻ ഭഗവത് പറയുന്നതല്ല, മുമ്പ് തന്നെ കൃത്യമായിട്ട് ഗോൾവാൾക്കർ എഴുതി വെച്ചതാണ്. ഞങ്ങളുടെ പൊതു ശത്രുക്കൾ അത് 3 എണ്ണമാണ്. അത് 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 കമ്മ്യൂണിസ്റ്റ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ് എന്ന് മോഹൻ ഭഗവത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായി അതിശക്തിയായ പ്രതിഷേധവും ജനവികാരവും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണുന്നത്. അത് അയോധ്യയിലെ പ്രതിഷ്ഠ, അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഉദ്ഘാടനം, ഇടതുപക്ഷ തീരുമാനം രാജ്യത്തെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന നിലപാടായിട്ട് മാറിയിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു തീരുമാനത്തിലെത്തുന്നതിനിടയിലാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും വ്യക്തമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആ നിലപാട് ഇന്ത്യ വേദിക്ക്, ഇന്ത്യ ബ്ലോക്കിന് മതനിരപേക്ഷം മുഖം നൽകാനും BJP-യുടെ മതരാഷ്ട്രവാദത്തെ തടയിടാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു കൂട്ടുമന്ത്രിസഭയാണ് നിലനിൽക്കുന്നത്. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നത് എല്ലാ വർഗീയ ശക്തികളുടെയും ആവശ്യമാണ്, അവരുടെ മുദ്രാവാക്യമാണ്. എല്ലാ വർഗീയ ശക്തികളും എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉൾപ്പെടെയാണ്. ആഗോളവൽക്കരണ നയങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ തകർക്കുക എന്നതും
അവരുടെ നയമാണ്. ഇതെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം കേരളത്തിൽ LDF സർക്കാരിനെതിരെ അതിശക്തിയായ ആക്രമണം നടത്തുന്നതിന് ഇടയാക്കുന്നു എന്ന് നമ്മൾ കാണും. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായ തിരിച്ചടി അത് മറികടന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായി. വലിയ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉണ്ടായത്. വിലക്കയറ്റം സാധാരണ നിലയിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഓണക്കാലം. എന്നാൽ ഇപ്രാവശ്യത്തെ ഓണക്കാലം വിലക്കയറ്റമില്ലാത്ത ഒരോണം അത് ജനങ്ങൾക്ക് ആഘോഷിക്കാൻ അത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് പൊതുവിതരണ സംവിധാനത്തിൽ ഉൾപ്പെടെ ഇടപെട്ടതിന്റെ ഭാഗമായി സർക്കാരിന് കഴിഞ്ഞു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏവരെയും അംഗീകാരം നേടിയെടുക്കുന്ന നിലപാടായി ഗവൺമെന്റിൻ്റെത്. കേരളീയരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തി എല്ലാ തരത്തിലും ദുരിതാശ്വാസ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റിന് കഴിഞ്ഞു. പാർട്ടിയും സർക്കാരും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായ അക്രമങ്ങൾ ഇപ്പോഴും പാർട്ടിക്കും ഗവൺമെന്റിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അതിന്റെ നേതൃത്വത്തെ കടന്നാക്രമിക്കുക എന്ന നയമാണ് വലതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിനായുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള പ്രചരണത്തിന് മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രേഖ നിർവഹിക്കുന്നത്. മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിന്റെ ഫലമായി മതനിരപേക്ഷ ശക്തികളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും വലിയ അംഗീകാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് CPIM RSS ബന്ധം സന്ധി എന്നൊക്കെ പ്രചാരവേല സംഘടിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ അത് സംബന്ധിച്ചുള്ള ആശയ പ്രചാരവേലയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ രേഖ അനിവാര്യമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. തൃശൂരിലെ പരാജയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുതരം ചർച്ച BJP വിജയത്തിന് ഇടതുപക്ഷമാണ് കളമൊരുക്കിയത് എന്ന പ്രചരണം തൃശൂർ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ശക്തിയായിട്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യം ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറില്ല. അവരുടേതായ പഴയകാല പ്രചരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ UDF വോട്ടുകൾ BJPക്ക് ലഭിച്ചതാണ് വിജയത്തിനുള്ള പ്രധാന കാരണം. ഞാനതിന്റെ കണക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല. 86,000-ലധികം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ഞങ്ങൾക്ക് 18,688 വോട്ട് കൂടുതൽ കിട്ടി. എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 74,000 വോട്ടിന് BJP ജയിക്കുന്നത് പ്രധാനമായും കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് BJPക്ക് അനുകൂലമായിട്ട് മാറിയ പശ്ചാത്തലത്തിലാണ്. അതാണ് തൃശൂർ പരാജയമെന്ന്
അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുറത്തുവിടാൻ അവർ തയ്യാറില്ല. പക്ഷേ വസ്തുതാപരമായി കാര്യങ്ങൾ അവർ കണ്ടതാണ്. അപ്പോ ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് തൃശൂർ DCC പ്രസിഡന്റിന് സ്ഥാനചലനം ഉണ്ടായതും മറ്റൊരു ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരേണ്ടി വരികയും ചെയ്തത്. അപ്പോൾ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് കമ്മീഷൻ കോൺഗ്രസ് നിയോഗിച്ചതും അതിന്റെ പേരിലുള്ള സംഘർഷങ്ങളും നാട്ടിൽ പാട്ടായിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് അറിയാം. എന്നിട്ടും CPIM-നെ കുറ്റപ്പെടുത്തി അതിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തമസ്കരിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ന്യായമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേരത്തെ തന്നെ സ്വീകരിച്ചത്. ഇവയെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഇത്തരത്തിൽ കാര്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. കേരളത്തിലെ പോലീസ് സേന അതിന്റെ പ്രവർത്തനം വളരെ വ്യക്തതയോടുകൂടി പരിശോധിച്ചാൽ ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത്. ഈ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ആളുകൾക്ക് നേരെ നടത്തിയ കടന്നാക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന MLA അൻവർ സംസാരിക്കുന്നത്. കേരള പോലീസ് അഴിമതി മുതൽ അതിന്റെ വികസന മുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അഴിമതി വിമുക്തമായ ഒരു പോലീസ് സംവിധാനം നിലനിൽക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കുറ്റാന്വേഷണത്തിൽ അതിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനവും നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്ന് വിവിധ ഏജൻസികൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തതാണ്. പോലീസ് സംവിധാനത്തെ ഒരു ജനകീയ സേന എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക, മാറ്റുക, ആ രീതിയിലുള്ള ഇടപെടലാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സ്വാഭാവികമായും നമുക്കറിയാം, പ്രളയങ്ങളും ഓഖി, കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളിൽ, പിന്നീടുണ്ടായ വയനാട് ദുരന്തത്തിലും പോലീസ് സേന വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ഏറ്റവും ശക്തിയായിട്ട് പോലീസിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ ഇടപെട്ട പോലീസ് മാത്രമല്ല, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്ന ഒന്നല്ല. ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനത്തിനിടയിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 18 പോലീസുകാരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് എന്ന് നമ്മൾ കാണുന്നു. കേരളത്തിൽ വർഗീയ സംഘർഷവും അതിന്റെ ഭാഗമായിട്ടുള്ള വർഗീയ സംഘടനകളും സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികൾ പല ഘട്ടത്തിലും ശ്രദ്ധാപൂർവം വർഗീയ ശക്തികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തടയുന്നതിന് ശക്തിയുള്ള, കരുത്തുള്ള ഒരു സേന എന്ന നിലയിൽ തന്നെയാണ് കേരള പോലീസ് പ്രവർത്തിച്ചത്. ഹിന്ദു വർഗീയ ശക്തികൾ ഒരു പ്രചാരവേലയും നടത്താതെ, എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആയിരങ്ങളെ അണിനിരത്തി കലാപത്തിന് ശ്രമിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇടപെട്ടതും കേരള പോലീസായിരുന്നു എന്നുള്ളതാണ് സത്യം. വാട്സപ്പ് ഹർത്താൽ തടഞ്ഞ് അതും ഇതിന്റെ ഭാഗമായിട്ടുള്ള ജാഗ്രത തന്നെയാണ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ RSSും അതുപോലെ തന്നെ SDP അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകൾ വെച്ച് കൊലപാതകം സംഘടിപ്പിച്ചു. RSകാരനെ കൊന്നാൽ
അപ്പോൾ തന്നെ SDPI-കാരനെ കൊല്ലുക, SDPI-കാരനെ കൊല്ലുമ്പോൾ RS-കാരനെ കൊല്ലുക. ഇതായിരുന്നു ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും കണ്ട കാഴ്ച. വളരെ ശക്തമത്തായ പാർട്ടി ഇടതുപക്ഷ സാന്നിധ്യവും ഇടപെടലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ജാഗ്രത പുലർത്തേണ്ടുന്ന പോലീസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജാഗ്രതയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് കത്തിപ്പാടുന്ന ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഈ രണ്ട് ജില്ലയും പോകാതിരുന്നത് എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്ന നില വരെ ഉണ്ടായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ 5 പേരാണ് മരണപ്പെട്ടത്. കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി സ്വർണവുമായി പുറത്തു വരാനുള്ള സൗകര്യം യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കുറ്റവാളി അവിടെ കൈകാര്യം ചെയ്യേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം കസ്റ്റംസ്, ആ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സ്വർണം പുറത്തേക്ക് വരുന്നില്ല. എങ്ങനെയാണ് സ്വർണം പുറത്തേക്ക് വരിക? സ്വർണം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. ആ ദൌത്യമാണ് പോലീസ് നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അൻവർ വലിയ രീതിയിലുള്ള കുരിശുയുദ്ധം സംഘടിപ്പിക്കുന്നത്. കള്ളക്കടത്തിന്റെ ഭാഗമായി, പൊട്ടിക്കൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ് സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാമാണ് എങ്കിലും പോലീസിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ പൊതുവേ ഉള്ളതിന്റെ എല്ലാം അലയൊലി പോലീസ് സൈന്യത്തിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വിഭാഗത്തിലും പോലീസിൽ സ്വാധീനമുണ്ട്. റിട്ടയർമെന്റിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. എന്നാൽ ഒരു DGP തന്നെ സംഘപരിവാറിന്റെ പാളയത്തിലെത്തപ്പെട്ടത് UDF-ന്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കണം. എന്നിട്ടും സംഘപരിവാർ ബന്ധം UDF-ന്റെ പോലീസിൽ ആരോപിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് ADGP അജിത് കുമാറിനോട് സ്വീകരിച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും, ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക. ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല, ഇപ്പൊ തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അതിന്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്. പിന്നീട് RSS നേതാക്കളുമായി ADGP അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. 1 മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് അതിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവൺമെന്റ് മുഖം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ആ നിലപാട് സ്വീകരിച്ച് പോകണം എന്ന് തന്നെയാണ് പാർട്ടി
കണ്ടിട്ടുള്ളത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണവുമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശൂരിൽ RSSന്റെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത്. അത് ഇന്നലെ മുഖ്യമന്ത്രി 3 തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ 3 തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട്, ADGPയുമായിട്ട് ബന്ധപ്പെട്ട് DGP കൊടുത്ത കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആവശ്യമായ നിലപാട് അതിന്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും. ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു PR ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിന്റെ ഭാഗമായിട്ട് ആരാണ് PR-നെ നിശ്ചയിച്ചത്, അവർക്ക് എത്രയാണ് ശമ്പളം, എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള 10 ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിന്റെയും ഉത്തരവായി ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു PR സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സഖാവ് പിണറായി കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിന്. ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു. മാത്രമല്ല അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്. നല്ല സൗഹൃദമുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട്. അപ്പോഴാണ് ദ ഹിന്ദുവായിട്ട് ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നവരെ സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്, ചിരിയില്ല. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയായി ഇത് ചിരിയാണോ എന്നാണ്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനവും പരിഹാസവും എന്ന് പറഞ്ഞാൽ എന്താണ് പിടിവള്ളിയായിട്ട് കിട്ടുക? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നും. അപ്പോൾ അത് തുറന്നു കാണിക്കപ്പെടുമ്പോൾ അപ്പോൾ വിചാരിക്കും ഇതോടെ അവസാനിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നും. അത് കഴിഞ്ഞ് അത് പരിഹാസ്യമാവുകയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ. ഇതൊരു പ്രക്രിയയായിട്ട് തുടർന്ന് പോവുകയാണ്. ഇത് 1957 VMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കോടിക്കണക്കിന് റുപ്യ കൈപ്പറ്റിയെന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാരെന്നെ പറഞ്ഞല്ലോ. അമേരിക്കൻ CIA പണം കിട്ടിയിട്ടുണ്ട് എന്ന് വയലാർ രവി എഴുതിയ പുസ്തകത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ.